മേഡം മേഡം അത് എന്താ? അത് വെള്ളക്കിണ്ണത്തിനകത്ത് ഒരു പൊട്ട് പോലെ ഇരിക്കുന്നില്ലേ, ചെറുതായിട്ട് അഴകോടെ ക്യൂട്ടായിട്ടിരിക്കുന്നില്ലേ, എന്നെ അത് വിളിച്ചുകൊണ്ടേയിരിക്ക. അതെന്താ? അതെന്താണെന്ന് നിനക്ക് അറിയണമല്ലേ? വേണോ? എന്റെ ചേച്ചി, എന്നെ വിട്ടേക്ക്, എനിക്ക് വേണ്ട. ഞാനൊന്നും മിണ്ടുന്നില്ല. അയ്യോ, അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. ആ ഷർട്ടൂര്, ഷർട്ടൂരാൻ. ഇതൊന്ന് കോൺസെപ്റ്റ് അങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. അടിച്ചോടിച്ചതല്ലേ, പിന്നെ തുണി ഊരാൻ പറയുന്നതിന്? പെണ്ണുങ്ങൾ സ്റ്റൈൽ ഇങ്ങനെയാണോ എന്തോ? ഇനിയിപ്പോ അവർക്ക് ആവശ്യമുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് അവർക്ക് തരാനായിരിക്കോ? മേഡം, ഞാൻ തുണിയൊക്കെ ഊരി മാറ്റാം. എന്നാ എനിക്ക് നാണം വരുന്നുണ്ട്. നിനക്ക് നാണം വരുന്നുണ്ടല്ലേ? വേണ്ട, ഞാനൊരു നാണമില്ലാത്തവനാ. എനിക്ക് നാണമില്ല. ഞാൻ ഊരാൻ വേണ്ടി മാതിരി അടി എന്തിനാ? മേഡം, അത് പിന്നെ ഗ്യാസിന്റെ ആണോ എന്തോ, വയറൊരു ഇച്ചിരി പുറത്തു വന്ന് നിക്ക. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഊരണമെന്നുണ്ടോ? ഞാൻ ഊരിക്കോളാം. ഊരിയാ പോരെ. എന്തിനാ വെറുതെ തല്ലി വെറുതെ നിങ്ങളുടെ കയ്യിലെ വേദന എടുക്കുന്നത്? അതിനെ സമ്മതിക്കില്ല. ഊരിയാ പോരെ. എന്ത് പറഞ്ഞാലും കയ്യും കൊണ്ട് വന്നോളും. എവിടെയോ പല്ലി അത്ത് കിടക്കുന്നുണ്ട്. ഷർട്ട് ഊരി കളഞ്ഞില്ലേ? ഇനി പാന്റ് ഊര്. പാന്റാ? ഒരു പ്രായപൂർത്തിയായ പെങ്കൊച്ച് നിൽക്കുമ്പോ ഞാനെങ്ങനെ? അയ്യോ അയ്യോ, വേണ്ട. അയ്യോ ദൈവമേ, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത്? കോഴിയുടെ തൊലി പൊളിക്കുന്ന പോലെ എന്റെ തുണി മൊത്തം ഊരിക്കൊണ്ട് പോയല്ലോ ദൈവമേ. ഇനിയിപ്പോ എന്താണ് എന്തോ? ഇനിയിപ്പം മന്ത്രത്തിന്റെ ശക്തി കുറഞ്ഞു പോയതായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, മന്ത്രം ഒന്നും കൂടി ചൊല്ലാം. പവർ വരണമെങ്കിൽ വരട്ടെ. എന്ത് കഷ്ടമാ നോക്കണേ, വേറെ വഴി ഇല്ലാണ്ടായി പോയി. എന്റെ ദൈവമേ, ഇതെങ്ങാ വന്നു കഴിഞ്ഞാ എന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കും. മന്ത്രവും പറയണ്ട, ഒരു തേങ്ങയും പറയണ്ട, മിണ്ടാതിരിക്കുന്നതാ. ആവശ്യമില്ലാത്ത മന്ത്രം ചൊല്ലി ഓരോ പുരിവാരം പിടിച്ചെന്റെ ദൈവമേ. എടാ കൊമ്പ, കണ്ടുകൊണ്ടോട്ടാ നിനക്ക് വടി. ഇത് വെച്ച് തലക്കൊരു അടി കൊടുത്തു കഴിഞ്ഞാ അപ്പൊ തന്നെ ബോധം കെട്ട് വീഴത്തില്ലേ? ആ സമയത്ത് കീഴെടുത്ത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവസാന ഐഡിയ ഒന്ന് രക്ഷിച്ചേക്കണേ. ഓ എന്റെ പൊന്നെ, എന്താ പറ്റിയെന്നറിയില്ല. കണ്ണൊന്നും അങ്ങ് കാണുന്നില്ലല്ലോ. കൂറ്റിരുട്ട് മാത്രം. വരെന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. താഴെ അടിച്ച് 2-3 പീസാക്കും ഞാൻ. ഇതെന്താ ലൈറ്റിന്റെ ഭ്രാന്ത് കയറിയ? അവിടെ നിന്ന് ആരോ നോക്കുന്നുണ്ടല്ലോ. ആരോട് അവിടെ നിന്ന് എന്നെ പോലെ പുരുഷനെ വായ നോക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ അടുത്തോടാ. ഞാൻ തല്ലിയ? അയ്യോ, ശരീരത്തിൽ ഒരു തരി തുണി പോലും ഇല്ല. ഷർട്ട് മാത്രമല്ലല്ലോ, പാന്റും കൂടി അതിന്റെ കൂടെ വലിച്ചു ഊരിക്കൊണ്ട് പോയില്ലേ? അയ്യോ, എന്തോ ഭാഗ്യം കറണ്ട് ഇല്ലാത്തത്. ഇല്ലെങ്കിൽ അവളുടെ മുമ്പിൽ എന്റെ സകല നാണവമാനവും പോയേനെ. അയ്യോ, ഈ കറണ്ട് ആണെങ്കിൽ എപ്പോ വരും പോകുന്നു അതിനും അറിയില്ല. കറണ്ട് വരാതിരുന്നാ മതിയായിരുന്നു. അയ്യോ, എത്രയും പെട്ടെന്ന് മാനം മറയ്ക്കാനുള്ള തുണിയാണല്ലോ. ആ ബോക്സ് ഇവിടെ എവിടെയാണല്ലോ ഇരിക്കുന്നത്. കിട്ടി. ഇതിന്റെ ഇടയിലും എന്റെ അമ്മോ, എന്തായാലും നാണം മറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയല്ലോ. അല്ല, പണ്ട് കാലത്തുള്ള ഈ പുരാതന മനുഷ്യരൊക്കെ ഒരു തുള്ളി തുണി പോലില്ലാതെ എങ്ങനെയാണോ ജീവിച്ചത്? എനിക്ക് കുറച്ചു നേരം തുണിയില്ലാതിരുന്നപ്പോ തന്നെ കുളിരൊക്കെ ഏതൊക്കെയോ വഴി കൂടെ കയറി വരായിരുന്നു. ഭാഗ്യത്തിനപ്പോ തന്നെ കറണ്ട് പോയി. ഇല്ലെങ്കിൽ സകല സാധനം CCTV പെട്ട് നാളെ ഞാൻ മൊത്തത്തില് വൈറലായനെ. എന്നാലും എന്തൊരു അവസ്ഥയാ നോക്കണേ. എവിടെയാടി നീ? വായ തന്നെ മുമ്പിലേക്ക്.
നീ ഇതൊക്കെ എവിടെ കേൾക്കുന്ന? മനുഷ്യനെ പേടിപ്പിച്ച് ശരീരത്തിലുള്ള തുണി മൊത്തം ഊരിക്കൊണ്ടുപോയി തല്ലിക്കൊന്നത് ഈ അവസ്ഥയിലാക്കി. ഇപ്പൊ അവള് പാട്ട് പാടി ഡാൻസ് കളിക്കാൻ പോവല്ലേ? എന്നെ അതിന് കിട്ടുന്നില്ല. എനിക്ക് അതിനുള്ള ശക്തിയും ഇല്ല. അച്ഛനും മുച്ചാനും തല്ലുമ്പോ ആലോചിക്കണമായിരുന്നു. മേത്ത് പാടില്ലാത്തൊരു സ്ഥലം പോലും ഇല്ല, അറിയോ? എന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അതിനുവേണ്ടി ഈ പടി ഞാൻ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. എല്ലാം വേസ്റ്റ് ആയിപ്പോയി. എന്താ ഒരു പാട്ട്. കണ്ണേ ഐസു ഡാർലിംഗ്. അയ്യോ, ഇത് എവിടെ കിടന്നാ പാടി കീറി പൊളിക്കണേ എന്തോ. ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. അയ്യോ, ഇനി അടുത്തത് എന്താണാവോ നടക്കാൻ പോണ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക. ഞാൻ എന്ത് മഹാപാപം ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നേ? അവളെ ഞാൻ പ്രേമിച്ചത് തെറ്റാ? എല്ലാവർക്കും സൗന്ദര്യം മതിയല്ലോ. അതിന് ലൈറ്റ് ഒക്കെ ഇട്ട്. എടി, നീയായിരുന്ന ഒരു നിമിഷം കൊണ്ട് മനുഷ്യന്റെ എന്താ പെട്ടെന്നൊരു നിശബ്ദതയൊക്കെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ. നീ തന്നെയല്ലേ എന്റെ ഈ ഗെറ്റപ്പിലേക്ക് മാറ്റിയെടുത്ത്? മാനം മറയ്ക്കാനൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാ കൈ കിട്ടിയത് വെച്ച് തൽക്കാലത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. ഓ അതെ അതെ, ഓരോ സെക്കൻഡിൽ ഓരോ ലാംഗ്വേജിൽ ഒരേ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കില്ലേ? നമുക്ക് ഈ തെലുങ്കും കന്നഡൊന്നും പറ്റത്തൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെലുങ്കു രാധ. രാധത്തില്ല. തെലുങ്കു രാധ. രാധ നിക്കു രാധ. പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്ന കണ്ടില്ലേ ചേച്ചി? അയ്യോ, നിങ്ങളെ മറക്കുകയും ചെയ്തത് ഞാനല്ല. അതുണ്ടല്ലോ, ആന്ധ്രയിൽ ഒരു രാജാവാ. അദ്ദേഹത്തിന്റെ പേര് വിജയ രാജേന്ദ്ര ബഹദൂർ രാജ. എന്റെ പേര് വെറും വിജയകുമാർ എസ്. ചേച്ചി തെറ്റിദ്ധരിച്ച് എന്നെ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുക. రాత్రి నన్ను 12 గంటలకు చంపేసి ఇప్పుడు అబద్ధం చెప్తావురా? ఈ రోజు పగలు 12 గంటలకు నిన్ను ఆ రకంగా చంపేసి నా పగ తీర్చుకోకపోతే నాగమల్లి కాదురా. എന്റെ പൊന്നെ വിട്ടേക്ക്. അയ്യോ, വീട്ടിൽ പറഞ്ഞിരിക്കാൻ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് എവിടെ പോയതാ? എന്റെ ദൈവമേ, ലോകത്തുള്ള സകല പ്രേതവും മൊത്തം എന്റെ പിന്നാലെയാണല്ലോ. നാളെ ഈ ഓഫീസിൽ എന്റെ ഫോട്ടോയും ഫ്രെയിം ചെയ്ത് വെക്കുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട്. ഈ പെട്ടിക്കകത്ത് കയറി എത്ര നേരം ഇങ്ങനെ നടക്കേണ്ടി വരുമോ? കേട്ടിട്ടുണ്ട്, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഉറപ്പായിട്ട് ഞാൻ പറയുന്ന എന്റെ സമാധിയായിരിക്കും. അയ്യോ, വോളിയം ഈസ് ഇൻക്രീസിംഗ്. ഇതെവിടെന്ന് വരുന്നോ എന്തോ. കണ്ടല്ലോ, എത്തിയോ? ഇപ്പൊ വന്നേ ഉള്ളു. ഞാൻ വരത്തില്ല. അയ്യോ, എഴുന്നേറ്റിരുന്നു. തീർന്നു.
വളകൾ ഒരുപാട് നാളുകൾക്ക് ശേഷമായിടുന്നത്. കാണാൻ കൊള്ളാമോ? വളരെ നന്നായിട്ടുണ്ട്. ഞാനോ? വളരെ സുന്ദരിയല്ലേ? സാരിയോ? അതിലേറെ സുന്ദരമല്ലേ? അയ്യോ, ദേ പിന്നെ അടുത്തേക്ക് വരുന്നു. എന്നെ കാണാൻ അത്ര സുന്ദരിയാ? വളരെ 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 സുന്ദരിയാ. പിന്നെ എന്തിനാണ് എന്നെ കൊന്നത്? അടുത്ത് വന്നാ പഠിക്കും. ആദ്യം ഒരു ഗെറ്റപ്പ്, അത് കഴിഞ്ഞപ്പോ ഇതിപ്പോ വേറെ ഗെറ്റപ്പ്. അടുത്തത് ഇനി എങ്ങനെയായിരിക്കുമെന്നോ? ഇതിപ്പോ പ്രേതമാണോ എന്തായിരിക്കുമോ? എന്താണോ നീ നനയുന്നത്? ഞാൻ നനയുന്നുണ്ടോ? നനയുന്നതല്ല, മൂത്രം പോയതാ. എന്തിനാണ് എന്നെ കൊന്നത്? ചേച്ചി, ഞാൻ സത്യമായിട്ടും ചേച്ചിയെ കൊന്നിട്ടില്ല. രാത്രി 12 മണിക്ക് എന്നെ കൊന്നിട്ട് ഇപ്പൊ ഇല്ലാന്ന് കള്ളം പറയാ? അയ്യോ എന്റെ പൊന്നു ചേച്ചി, 6 മണി മുതൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് പെട്ട് പണ്ടാറടങ്ങിയിരിക്കുക. പിന്നെ ഞാൻ എങ്ങനെ കൊല്ലാനാ ചേച്ചി? 6 മണി മുതൽ ഇവിടെയാന്ന് വീണ്ടും എന്നോട് നുണ പറയാ നീ? നിന്നെ എന്താ ചെയ്യുന്നെന്ന് കണ്ടോ? എന്റെ അമ്മേ, എന്റെ തലയൊക്കെ അവിടെ ഉണ്ടോ എന്തോ? ഇതെന്താ തനിയെ വരുന്നു? ഇതിന് ഡ്രൈവർ ഒന്നും ഇല്ലേ? ജില്ല 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 ജില്ല. ഇതിപ്പോ എന്താ? ആരാ ഇവിടെ കിടന്ന് ജില്ലാന്നൊക്കെ വിളിച്ചു കൂവുന്നേ? ഈ പോകയൊക്കെ എവിടുന്ന? ജില്ല 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 ജില്ല. സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പുതിയ അവതാരം വന്നേക്കുന്നു. ചേച്ചി, എന്നെ കൊല്ലാൻ വേണ്ടി ചേച്ചി ഇത് എത്ര ഗെറ്റപ്പാന്ന് വെച്ചാൽ മാറ്റി വരുന്നത്. ചേച്ചി ഇനി എത്ര ഗെറ്റപ്പി വന്നാലും ശരി, എനിക്ക് ഈ ഗെറ്റപ്പ് മാത്രല്ലേ ഉള്ളൂ. എത്ര നേരായി തുണി പോലും ഇല്ലാതെ പിറന്ന വേണീര് ഞാനെങ്ങനെ നിൽക്കുന്നതന്നെ വെറുതെ വിട്ടേക്ക് ചേച്ചി. चुप साला ചിപ്സ് इधर आ വീണ്ടും തുടങ്ങിയ कहा ना इधर आ ദേ വരുന്ന്, ദാ വന്ന്. നിനക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയാവോടാ? ബിരിയാണിയാ? ഞാൻ അതൊന്നും തിന്നാറ് പോലുമില്ല. പിന്നെ എന്നെ കൊണ്ട് എങ്ങനെ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്? എന്റെ പൊന്നു ചേച്ചി, ഞങ്ങളൊക്കെ പ്യോർ വെച്ച്. എന്തിനാണോ എന്നെ കൊന്നത്? അയ്യോ എന്റെ പൊന്നു ചേച്ചി, സത്യത്തിന് ചേച്ചിയുടെ പ്രശ്നം എന്താ? ഞാൻ ചേച്ചിയെ കൊല്ലണ കാര്യം എന്താ? ജനിച്ചതേ ഇത്ര കാലത്തിനിടയ്ക്ക് ഞാൻ ഒരു കൊതുകിന്റെ കൊമ്പ് പോലും ഒടിച്ച് കളഞ്ഞിട്ടില്ല. ആ എന്നെയാണ്. बैठो വളരെ സന്തോഷം ചേച്ചി, വളരെ സന്തോഷം. कहा ना बैठो ഇരിക്കാനാണോ? അതും ഈ കാർഡ്ബോർഡ് വെച്ചോണ്ടോ? വേണ്ട ചേച്ചി, ഞാനെങ്ങാനും ഇരുന്നാലുണ്ടല്ല എന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തെത്തും. എത്ര നേരം വേണേ ഞാൻ നിൽക്കാം. ചേച്ചി പറയുന്ന കൂടെ കേൾക്കുകയും ചെയ്യാം. പറഞ്ഞു ചേച്ചി. तू कुछ भी करेगा क्या 100% ഞാൻ तो ചെയ്തിരിക്കും. नाचो വെരി താങ്ക് യു. अयो कहा ना डांस मारो ഡാൻസ്? അതും ഈ ഡ്രസ് ഇട്ടിട്ടാ? എന്റെ ചേച്ചി, എനിക്ക് ഡാൻസിന്റെ ഡാ പോലും അറിയില്ല. നിനക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ലല്ലേ? ചേച്ചി കാണിക്കാൻ ഞാൻ. സ്റ്റോപ്പ്. ഡാൻസ് അല്ല വേണ്ടേ? ചേച്ചി അവിടെ ഇരുന്നേ, ഇപ്പൊ ശരിയാക്കി തരാം. എന്നാ തുടങ്ങിക്കോ.
എന്നാലും എന്റെ പൊന്നു ചേച്ചി, ഇത്രയും കഴിവുള്ള എന്നെ പിടിച്ച് ഈ ജോലി ഏൽപ്പിച്ച് കളഞ്ഞല്ല. ഈ തുണിയില്ലാതെ ക്യാമറ ആടുന്ന പെണ്ണുങ്ങളുള്ള നാട്ടിൽ ഈ കാർഡ്ബോർഡ് മാത്രം ഇട്ടുകൊണ്ട് എന്നെ കൊണ്ട് ഈ ക്യാമറ. നിനക്ക് നവരസം അറിയാവടാ. എന്റെ ഉള്ളിലുള്ള രസം മുഴുവൻ ഇത്രയും നേരം കൊണ്ട് ഊറ്റി പിഴിഞ്ഞെടുത്തില്ലേ? ഇനി രസം വല്ലതും ഉണ്ടോന്ന് അറിയില്ല. എല്ലാം പിഴിഞ്ഞെടുത്ത് കളഞ്ഞില്ലേ? ഏയ്, നിനക്ക് നവരസം അറിയില്ലേ? എന്താ വേണ്ട? രസോ, തക്കാളി രസോ, ഉള്ളി രസോ, എന്ത് രസം വേണമെങ്കിലും ഞാനിപ്പോ ഉണ്ടാക്കി തന്നെ. കുറച്ച് സമയം മാത്രം ചേച്ചി ആദ്യം സമാധാനോട് ഇരിക്കും. ആദ്യം എന്താ വേണ്ട? श्रृंगार करो तुम्हें इतना करना है क्या? പിന്നെ എന്തിനാണ് എന്നെ കൊന്നു കളഞ്ഞേ? എന്റെ ചേച്ചി, ഞാൻ ചേച്ചിയെ സത്യമായിട്ട് കൊന്നിട്ടില്ലെന്ന് പറഞ്ഞ് വിട്ടേക്ക് എന്റെ പൊന്നു ചേച്ചി. അയ്യോ അയ്യോ, ഓരോ മിനിറ്റ് കൂടുമ്പോ പുതിയ അടി കണ്ടെത്തി അതെല്ലാം എന്റെ മേത്ത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, ഇത് സത്യത്തിൽ എന്റെ ആയുഷ് തന്നെയാണോ എന്തോ. ഇവൾക്ക് കാലുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. വേണ്ട, നമുക്ക് മുട്ടുകുത്തി പോവാ. കാലുണ്ടല്ല, പക്ഷെ നിറച്ച് കളറാണല്ലോ. അപ്പൊ ഇത് നമ്മുടെ ആയുഷ് തന്നെ. പിന്നെന്താ എന്നെ ഇങ്ങനെ ഇട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനെന്താകട്ടെ, കാലൊക്കെ ഫാൻ പോലെ കാണുകയാണല്ലോ. ഞാനപ്പോ ഒരു പ്രേതത്തിന്റെ കയ്യിലായിരുന്നു. അയ്യോ, ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ ഇറച്ചി മൊത്തം തിന്ന് എല്ലും മുള്ളും മാത്രമാ. പിന്നെ എന്റെ അച്ഛനമ്മയ്ക്ക് ആരുമില്ല.